ഹായ് കൂട്ടുകാരെ, നാനൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചൊരയ്ക്ക കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാം. അതിനാവശ്യമായത് ഇതൊരു 1/2 കിലോ ചൊരയ്ക്കയാണ്. അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ക്യൂബ്സ് പോലെ അരിഞ്ഞെടുക്കാം, ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട്. ഇതിലേക്ക് അധികം ചേരുവകളൊന്നും വേണ്ട. ഒരു 3-4 ചെറിയ ഉള്ളിയും 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും. ഇനി ഇതെങ്ങനെയാണ് പാചകം ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളിയും പച്ചമുളകും കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒന്ന് വാടിയതിന് ശേഷം നമ്മുടെ ചൊരയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം അടച്ച് വയ്ക്കാം. നമ്മൾ ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് തന്നെ ആവശ്യമായ വെള്ളം ഇറങ്ങും. ഇതിലൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 3 മിനിറ്റിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ അത്യാവശ്യം ഇത് വെന്ത് നല്ലൊരു രീതിയിലായിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൽ തന്നെ ധാരാളം വെള്ളമുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്നും ചെയ്യേണ്ട, വെറുതെ ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഒന്ന് ഇളക്കി 1 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം. പാകത്തിന് ഉപ്പൊക്കെ നോക്കി നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലൊന്ന് ചൊരയ്ക്ക തോരൻ വെച്ച് നോക്കൂ കൂട്ടുകാരെ. നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടപ്പെടും. ഒരുപാട് മസാലകളോ ഒന്നുമില്ല, മഞ്ഞൾപ്പൊടി, ജീര അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തൊരു തോരനാണ്. വളരെ ടേസ്റ്റിയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.